ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര തെങ്കാശിയിലേക്കാണ്. തെങ്കാശിയിലെ തിരുമലൈക്കോവിൽ ടെമ്പിളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ കൊല്ലത്ത് നിന്നും പോകുമ്പോൾ പുനലൂർ, തെന്മല, ആര്യങ്കാവ് വഴിയാണ് പോകേണ്ടത്. തെന്മലയിൽ നമുക്ക് തെന്മല ഡാം, അവിടെ എക്കോ ടൂറിസം സെൻറ്റർ, അവിടെ ഒരുപാട് സ്പോട്ടുകളുണ്ട്. ഞങ്ങളവിടെ ഉച്ചവരെ അവിടെ ചിലവഴിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ തെങ്കാശിയിലേക്കുള്ള യാത്ര പുറപ്പെട്ടത്. അപ്പോൾ ഇതുവഴി പോകുമ്പോഴുള്ളൊരു പ്രധാന ആകർഷണമാണ് ഈ 13 കണ്ണറപ്പാലം. ഇതിന് 13 കമാനങ്ങളും 102 മീറ്റർ നീളവും 5 മീറ്റർ ഉയരവും ഇതിനുണ്ട്. കൊല്ലം ചെങ്കോട്ട മിനി ഗാരേജ് പാലം നമുക്ക് കാണാം. കുട്ടികൾക്ക് അവിടെ ഇറങ്ങി കളിക്കാനായിട്ട് തോന്നും. നമ്മളങ്ങനെ കുട്ടികളുടെ നിർബന്ധപ്രകാരം അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് അവിടെ കുറച്ച് നേരമൊക്കെ റിലാക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ വീണ്ടും തെങ്കാശി തിരുമലൈക്കോവിലേക്കുള്ള യാത്ര തിരിക്കുന്നത്. കൊല്ലത്ത് നിന്നും വരുന്നവർക്ക് കൊല്ലത്ത് നിന്നും എന്നും ചെങ്കോട്ടയിലേക്ക് ട്രെയിൻ അവൈലബിൾ ആണ്. നമുക്ക് ട്രെയിൻ മാർഗവും ചെങ്കോട്ടയിൽ വന്നിട്ട് തിരുമല ടെമ്പിളിലേക്ക് പോകാവുന്നതാണ്. ഇതുവഴിയുള്ള ഒരു യാത്ര നമുക്കൊരു പ്രത്യേക വൈബാണ്. തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന കൊല്ലം, പത്തനംതിട്ടക്കാർക്ക് ഒറ്റ ദിവസം കൊണ്ട് പോയി വരാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഇവിടെ. തിരുവനന്തപുരത്ത് നിന്ന് വരുന്നവർ നെടുമങ്ങാട്, പാലോട്, അവിടെ നിന്നും തെന്മല, ചെങ്കോട്ട വഴി തെങ്കാശിയിലേക്ക് പോകാവുന്നതാണ്. തമിഴ്നാടിൻ്റെ ഒരു ഭംഗി നമ്മൾ കണ്ടു തന്നെ ആസ്വദിക്കണം. ഒരു പ്രത്യേക അടിപൊളി ഇപ്പോൾ നമ്മൾ സൺസെറ്റാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇപ്പോൾ സമയം ഏകദേശം ഈവനിങ് ആയി. ഞങ്ങളിവിടെ നിന്ന് വാഹനത്തിൽ നിന്ന് വണ്ടി നിർത്തി ഇറങ്ങി. അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഒരു പ്രത്യേക വൈബാണ്. മലനിരകളും പാടങ്ങളും തെങ്ങിൻ തോപ്പുകളും ഈ ഒരു ഈവനിങ് ഒരു സൺസെറ്റും ഒരു പ്രത്യേക ഒരു നല്ലൊരു വൈബാണ്. നമുക്ക് ഇവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാം, കുറച്ച് നേരം ഇരിക്കാം. നല്ല കാറ്റ്, ഒരു പ്രത്യേക സൂപ്പർ കാറ്റും അടിപൊളിയൊരു അനുഭവമാണ്. ക്ഷേത്രമുള്ളത് മലമുകളിലാണ്. നമ്മൾ ഈ മല ചുറ്റി വേണം പോകാൻ. നമുക്ക് വാഹനത്തിലും പോകാം, അല്ലെങ്കിൽ പടിക്കെട്ട് വഴിയും കയറാം. പടിക്കെട്ട് വഴി കയറണമെങ്കിൽ 625 പടികളോളമുണ്ട്. നമ്മൾ വാഹനത്തിന് ഒരു പ്രത്യേക ഫീ ഉണ്ട്. ലൈറ്റ് വെഹിക്കിളിന് 50 രൂപ, ഹെവി വെഹിക്കിളിന് 80 രൂപ. അങ്ങനെയാണ്. അതിൻ്റെ പാസ് എടുത്തതിന് വേണം നമുക്ക് വാഹനത്തിന് മുകളിലോട്ട് പോകാം. പടിക്കെട്ടിൻ്റെ വീഡിയോ ഞാൻ മുകളിൽ ചെന്നിട്ട് എടുക്കാം. നമുക്ക് താഴെ നിന്നുള്ള എൻട്രൻസിൻ്റെ അവിടെ നമ്മൾ നിർത്തി ഇറങ്ങിയില്ല, അതുകൊണ്ട് അതിൻ്റെ വീഡിയോ എനിക്ക് കറക്റ്റ് എടുക്കാൻ പറ്റിയില്ല. മുകളിൽ ചെന്നിട്ട് അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് എടുത്ത് കാണിച്ചു തരാം. നമ്മൾ മല മുകളിലോട്ട് കയറുമ്പോൾ അടിപൊളി ഒരു പ്രത്യേക അടാറ് വൈബ് തന്നെയാണ്. മൊത്തം പാറക്കെട്ടുകളും ആ ഒരു ഈവനിങ്ങും കൂടെ ഉള്ളത് കൊണ്ട് നല്ലൊരു ഫീലിംഗാണ്. ഹലോ കൂട്ടുകാരെ, നമ്മൾ അങ്ങനെ അമ്പലത്തിൻ്റെ ഏറ്റവും ടോപ്പിലെത്തിയിരിക്കുകയാണ്. നമ്മളങ്ങനെ വണ്ടി പാർക്ക് ചെയ്ത് എല്ലാവരും കൂടെ ഇറങ്ങി നടക്കുകയാണ്. വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ നല്ല അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യമുണ്ട്.
നമ്മൾ ആ ദൂരെ കാണുന്ന ഒരു പാറക്കെട്ട് കണ്ട് അവിടെ വെച്ചാണ് അല്ലു അർജുൻ്റെ ഫിലിമിൻ്റെ ഒരു സോങ് അവിടെ വെച്ചാണ് ഷൂട്ട് ചെയ്തത്. പുഷ്പ സിനിമയിൽ എൻ്റെ മോള് അരളിച്ചെടിയൊക്കെ പിടിച്ച് അവിടെ ഇതാണ് ഞാൻ പറഞ്ഞ സ്റ്റെപ്പ്. ഒരു 625 പടികളുണ്ടെന്ന് പറയുന്നത്. ഈ പടി വഴി നമുക്ക് മുകളിലോട്ട് കയറി വരാം. മുതിർന്നവർക്കൊക്കെ ആണെങ്കിൽ അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഈ ടോപ്പ് വരെ കാർ വരുന്നത് അത് നമുക്ക് നല്ലൊരു ഇതാണ്. ആർക്കും മുതിർന്നവർക്കൊക്കെ പ്രയാസം കൂടാതെ അമ്പലത്തിലോട്ട് കയറി വരാം. നമ്മളെ പഴനി മല പോലെ ഇതൊരു മുരുകൻ്റെ അമ്പലമാണ്. ഒരു ഈവനിങ് ആയതുകൊണ്ട് ഒരു പ്രത്യേക വൈബാണ്. ആ ദൂരെ അങ്ങോട്ടൊരു പാറക്കെട്ട് കാണാം. അവിടെ വെച്ചാണ് പുഷ്പ സിനിമയിലെ സോങ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അകത്ത് തന്നെ ഒത്തിരി കടകളും സ്റ്റാളുകളും ഒക്കെ ഉണ്ട്. ചായ കിട്ടും നമുക്ക് അവിടെ. കരിപ്പൂട്ടി, ലഡു, അല്ലാതെ പൊരി, അത് ഒരുപാട് വെറൈറ്റീസ് ഐറ്റംസ് അവിടെ ഉണ്ട്. ഒരു പ്രത്യേക ഒരു വൈബ് തന്നെയാണ്. അങ്ങനെ നമ്മൾ മുരുകൻ കോവിലിൻ്റെ പ്രധാന കവാടം അവിടെ എത്തിയിരിക്കുകയാണ്. അകത്തോട്ട് മൊബൈലൊന്നും അലൗഡല്ല. കണ്ട അവിടെ മോള് ഒരു ഡാൻസും പരിപാടിയൊക്കെ തുടങ്ങി. ഒരു പ്രത്യേക ഒരു വൈബിലാണ്. വലിയൊരു കാറ്റും ഒരു പ്രത്യേക വൈബാണ്. അങ്ങനെ ദർശനം കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി. അകത്ത് ക്യാമറ അലൗഡല്ല. അകത്ത് കൊത്തുപണികളൊക്കെ ഒന്ന് കാണേണ്ട കാഴ്ചകൾ തന്നെയാണ്. പണ്ടത്തെ ആ കൊത്തുപണി നിർമ്മാണമെല്ലാം നമുക്കവിടെ കാണാൻ സാധിക്കും. നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഈവനിങ്ങോ അല്ലെങ്കിൽ രാവിലെയോ വരിക. അല്ലെങ്കിൽ നല്ല ചൂടായിരിക്കും. നമുക്കിവിടെ നടക്കാൻ തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. ഇവിടെ അതിമനോഹരമായൊരു ക്ഷേത്രക്കുളം നമുക്ക് കാണാം. ഇവിടുത്തെ വെള്ളം ഒരിക്കലും വറ്റില്ല എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ നേരം ഏതാണ്ട് ഇരുട്ടി തുടങ്ങിയിരിക്കുന്നു. നല്ല അടിപൊളി കാറ്റാണ്. നമ്മൾ ഇവിടെ ഇരുന്ന് കുറച്ച് നേരമൊക്കെ ഒന്ന് ഇരിക്കണം. ഒരു പ്രത്യേക അടാറ് ഫീലിംഗ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താഴെയുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. നിങ്ങൾക്ക് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായുള്ള വീഡിയോസ് കിട്ടുന്നതാണ്. അപ്പോൾ ഓക്കെ, ടാറ്റ, ബൈ ബൈ, സീ യു.